മോളെ മോളെ മുഹമ്മദ് മുഹമ്മദേ ഐജിയെ വിളിക്കൂ. താൻ എന്ത് ഐജിയാണോ? ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എനിക്ക് ശത്രുക്കളുണ്ട്, അവർ ചാരന്മാരെ അയക്കുന്നു, എന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെ. ഇതാ ഇപ്പോ എന്റെ മകളെ താനൊരു സമാധാനം പറയേണ്ടി വരും. സാർ, കഴിവിന്റെ പരമാവധി ഞങ്ങൾ അറിയിക്കാം. ഈ ജാതി ശപ്പന്മാരൊക്കെ സേവിക്കേണ്ടി വരുന്ന നമ്മുടെയൊക്കെ ശാപം. എന്താ സർ? ലെറ്റ് ഇറ്റ് ബി. യു മേ ഗോ ആൻഡ് ആക്ട് അക്കോർഡിംഗ് ടു അവർ പ്ലാൻ. സർ. എന്താടോ, വല്ല വിവരവും കിട്ടിയോ? ഇല്ല സാർ, കുരുവിളയുടെ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്താണ് അന്വേഷണം. തീവ്രവാദികളാകാനാണ് സാധ്യത. അയ്യോ, തീവ്രവാദികളാണ്. ശവമെങ്കിലും കാണിക്കുമായിരിക്കും അല്ലേ? മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി. പേപ്പർ പേപ്പർ പേപ്പർ. ചൂടുള്ള വാർത്ത. മന്ത്രിയുടെ മകളെ തട്ടിക്കൊണ്ടുപോയി. മന്ത്രിയുടെ മകളെ തട്ടി വാറുവഞ്ഞു. തീവ്രവാദികളാണെന്ന് സംശയം. പേപ്പർ പേപ്പർ. Don't ask me who I am, man. Tell me, is she with you? സാർ, മകൾ. മോളെ 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 നീ എവിടെയാണ്? എനിക്കറിയില്ല. ഇവരാരാണെന്ന് എനിക്കറിയില്ല. ഹലോ മോളെ, എന്താ അവർക്ക് വേണ്ടത്? ഇവരുടെ സംഘത്തിൽപ്പെട്ട് 4 പേര് ജയിലിലുണ്ട്. അവരെ ഉടനെ വിട്ടയച്ചില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന്. ഹലോ, ബാർഗെയിനിങ് ഒന്നും വേണ്ട. ക്യാബിനറ്റ് മീറ്റിംഗോ? അതൊക്കെ നിങ്ങളുടെ കാര്യം. റിലീസ് ദം വിത്തിൻ 8 hours. ഓക്കെ? ഹലോ ഹലോ, അവരുടെ ഗ്യാങ്ങിലുള്ള 4 പേരെയും ഉടനെ വിട്ടയച്ചില്ലെങ്കിൽ എന്റെ മോളെ കൊന്നുകളയുമെന്ന്. കൊലക്കുറ്റത്തിനും ബാങ്ക് റോബറിക്കും ജയിലിൽ കിടക്കുന്നവരെയാണ് വിട്ടുകൊടുക്കാൻ പറയുന്നത്. അവരെ എങ്ങനെ സാറ് CM-നോട് ഒന്ന് ആലോചിച്ച്. എങ്കിൽ വിളിക്കണേ അയാളെ. എനിക്ക് എന്റെ മോളെ വിട്ടുകിട്ടണം. അതുവേണ്ടി കൊലയാളിയെയോ കൊള്ളക്കാരനെയോ ആരെ വിട്ടുകൊടുത്താലും ശരി, വിളിക്കണേ. വണ്ടി വരുന്നുണ്ട്. അവിടെ നിൽക്കുന്നവരുന്ന് മാറിക്കും. ആ വഴി ഒഴിച്ചോളൂ. കാറ് കടന്നു പോട്ടെ. മാറിക്കും. എല്ലാവരും ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഇതിൽ പങ്കെടുക്കുന്ന മന്ത്രിക്ക് മകളെ തിരിച്ചു കിട്ടിയല്ലോ. പകരം വിട്ടുകൊടുത്ത 4 കൊലയാളികളെയും ഈ കിഡ്നാപ്പിൽ പങ്കെടുത്ത എല്ലാ ക്രിമിനൽസിനെയും എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണം. പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ വിട്ടിച്ചവരെ പിന്നെയും അറസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ സാർ? വാട്ട് യു മീൻ? ശരിയും തെറ്റും നോക്കേണ്ട സമയമാണോ ഇത്? ദേ ആർ വാണ്ടഡ് ക്രിമിനൽസ്. അല്ല, ഹോം മിനിസ്റ്റർ തന്നെയാണല്ലോ വെറുതെ വിട്ടത്. അത് നമ്മുടെ സെറ്റപ്പിന്റെ ഗതികേടായി പോയെന്ന് വെച്ച് അക്രമികളെ വെറുതെ വിടാൻ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. ഇറ്റ് ഇസ് എ ഷെയിം ടു us. Do what I say. Yes, sir. Use our special squad for this operation.
സാർ ഓടി രക്ഷപ്പെട്ടോ അവന്മാരെ പിടിക്കണ്ടേ നിൽക്കൂ, ആരും പോകരുത്. ശ്രീധരൻ വീട് കിടക്കുന്നതുകൊണ്ട് എങ്ങോട്ടാണ് നിങ്ങളൊക്കെ പോകുന്നത്? ഒന്ന് എഴുന്നേറ്റ് പാടോ. മിസ്റ്റർ ജോൺ, ഒരു മനുഷ്യ ജീവനാണ് ഇവിടെ കിടന്ന് പടയുന്നത്. നിങ്ങൾ വേണേ പോയിക്കോ, എനിക്ക് ശ്രീധരനെ ശുശ്രൂഷിക്കണം. ശ്രീധര, ശ്രീധര, ശ്രീധര. നോൺസെൻസ്. ഇനി അവന്മാരുടെ പിന്നാലെ ഓടിയിട്ട് കാര്യമില്ല. ഒരു കാര്യമില്ല. അവന്മാരെ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വന്ന് പിടിക്കാലോ. ശ്രീധര, ശ്രീധര. എന്നാ നാളെ കാണാം. സാർ, പദവി നോക്കാതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാറിനെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര ലജ്ജ തോന്നുന്നു. തന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപാണ് തോന്നുന്നത്. ഒരു മിനിസ്റ്ററുടെ മോളെ കേവലം ഒരു സബ് ഇൻസ്പെക്ടർ കയറി പ്രേമിക്കുക. തന്റെ ഈ പുളിച്ച പ്രേമം കാരണമല്ലടോ ഞാനിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അവന്റെ അമ്മയുടെ സ്പെഷ്യൽ സ്ക്വാഡ്, കത്തി, വെടിയുണ്ട, ഇപ്പൊ ഇതാ ബോംബ്. എന്റെ അനർത്ഥത്തിനാ ദൈവം തന്നെ ഈ ഭൂമിയിലോട്ട് അയച്ചത്. എടോ, സാധാരണക്കാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചാലൊന്നും ഭാരതരത്ന കിട്ടില്ല. ഞാൻ പോലീസിൽ ചേർന്നതേ ഭാരതരത്നം വേണ്ടിയല്ല, അന്തസ്സായിട്ട് ഡ്യൂട്ടി ചെയ്യാനാ. ഓ, ചെയ്യേ ചെയ്യേ. ഒരു ദിവസം എല്ലാവരെയും ഞാൻ അകത്താക്കും. എന്റെ പടം പത്രത്തിൽ കാണുമ്പോ സാറ് ഞെട്ടും. പടം പത്രത്തിൽ വരുമ്പോ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ മതി, ഞാൻ ഞെട്ടിക്കോളാം. ഓ, ഫോൺ നമ്പർ അറിയാലോ? അറിയാം. കുറ്റവാളികൾ ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്നാണ് ID റിപ്പോർട്ട്. മാരകായുധങ്ങളുമായി പോലീസിനെ പോലും നേരിടുന്ന ഇവരുടെ ഉദ്ദേശം ഊഹിക്കാവുന്നതാണ്. രാജ്യത്ത് മറ്റൊരു സ്ഫോടനമോ അത്യാഹിതമോ സംഭവിക്കുന്നതിന് മുമ്പ് ഈ സംഘത്തെ കീഴ്പ്പെടുത്തിയേ പറ്റൂ. സൂക്ഷിച്ച് കരുതലോടെ വേണം പ്രവർത്തിക്കാൻ. നാളെ പുലർച്ചെ 4 മണിക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടണം. എന്തിനേയും നേരിടാൻ തയ്യാറായി തന്നെ. മിസ്റ്റർ ജെയിംസ് സർ, ഒരു ഭീരു ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കും. ധീരൻ ഒറ്റ മരണമേ ഉള്ളൂ. ഡോണ്ട് ബി എ ജോക്കർ ഇൻ ദ പാക്ക്. നാളെ നിങ്ങളായിരിക്കും സ്ക്വാഡിനെ നയിക്കുന്നത്. ഞാനോ? അതെ. ഇനിയും ഭീരുത്വം കാണിച്ചാൽ ഭവിഷ്യത്ത് വളരെ വലുതായിരിക്കും. ഓർത്തോളൂ. മിസ്റ്റർ ജെയിംസ്, DIG പറഞ്ഞ് മറക്കണ്ട. ഡോണ്ട് ബി എ ജോക്കർ ഇൻ ദ പാക്ക്. ശ്രീധരന്റെ ഒരു ചീത്ത സമയമായിരുന്നു എന്ന് വിചാരിച്ചാ മതി. നല്ല സമയം എന്ന് പറയൂ സാർ. ഈ മുറിവ് കാരണം കണ്ടവന്റെ വെടികൊണ്ട് ചാകാതെ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു.